അവള് മാങ്ങ പറിച്ചടാ. മാങ്ങ പറിക്കുന്നത് പ്രേതമാണോ ഏട്ടാ? അയ്യോ, അവള് പറന്നു പോയി പറിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടാ. കഞ്ചാവ് കഞ്ചാവ്. നീ ഓടിപ്പോയി 2 ചാക്ക് നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവാ. തളം വെച്ച അല്പ ആശ്വാസം കിട്ടും. അയ്യോ, അമ്മയാണ് ഞാൻ കഞ്ചാവ് പിടി വലിച്ചിട്ടില്ല. സത്യമാ, നിങ്ങൾ വിശ്വസിക്കും. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ആന വരേണ്ടതും നഴ്സറിയിൽ എല്ലാരും പറന്ന് കളിച്ചതും അവള് കളിച്ച കളിയാ. അവള് മനുഷ്യ കുഞ്ഞല്ല, പിശാച. മണ്ടത്തരം പറയാതെ. വിഡ്ഢിയാണെങ്കിലും ചേട്ടനൊരു യുക്തിവാദിയല്ലേ? ഇനി എന്നെ യുക്തിവാദി എന്ന് വിളിക്കരുത്. ഞാൻ യുക്തിവാദി സമാജത്തിൽ രാജിവെക്കാൻ പോവാ. ദൈവമുണ്ട്, പ്രേതമുണ്ട്. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അനിയാ, നീയെങ്കിലും എന്നെ വിശ്വസിക്ക്. അമ്മ മോള് ദുരാത്മാവാണ്. ഓ, ഈ പറഞ്ഞതുപോലെ വിനോദ് അറിഞ്ഞ എന്റെ തല വെട്ടിയെടുക്കും. നിരീശ്വരവാദം പറഞ്ഞ് നടന്ന് ഈശ്വരൻ മുഴുവൻ ഭ്രാന്തനാക്കി. ഭാഗ്യലക്ഷ്മി, നീയെങ്കിലും എന്നെ വിശ്വസിക്ക്. എനിക്ക് ലോകത്ത് വിശ്വാസമില്ലാത്ത നിങ്ങളെ മാത്രം. ഞാനിത് എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ? ഒരുമിച്ച് കള്ളു കുടിച്ച എക്സ്പീരിയൻസ് ആണെന്ന് കരുതരുത്. എത്ര കുടിച്ചാലും തമ്പുര ഇത്രയും ഫിറ്റ് ആയിട്ട് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. എന്നിട്ട് അമ്മമോൾ എന്തിയേ? ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? ആരും വിശ്വസിക്കുന്നില്ല. അയ്യോ, ജംബോ ബ്രാൻഡ് കഴിച്ചാൽ ചിലപ്പോ ഇങ്ങനെ സംഭവിക്കും. നീ ഏട്ടൻ കറുപ്പ് കഴിച്ചതാണോ? എല്ലാം ശരിയാവുമെന്ന്. എന്താ ചെറിയ മാമ? വേണ്ട വേണ്ട, അടുത്തേക്ക് വരണ്ട. ഇത് മാങ്ങ പറിക്കുന്ന ഇനമല്ല, മനുഷ്യനെ തിന്നുന്ന ഇനമാട്ടാ. സത്യം പറ, നിങ്ങളുടെ ദേഹത്തും പ്രേതം കൂടിയോ? അല്ല ഏട്ടാ, ഞങ്ങളും കണ്ടു. ഏട്ടൻ പറഞ്ഞ ശരിയാ. അവള് മനുഷ്യ കുഞ്ഞല്ല, പ്രേത കുഞ്ഞാ. പ്രേതങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവോ? പ്രസവത്തോടെ മരിച്ചുപോയ അശ്വതി കുഞ്ഞിന്റെ ആത്മാവായിരിക്കും അവൾ കേറിയിരിക്കുന്നത്. അവളിപ്പോ കളിക്കാൻ ഹാളിൽ കയറും. നമുക്ക് പുറത്തുനിന്ന് പൂട്ടാ. എനിക്ക് വിശക്കുന്നു വല്യമ്മ. കഥവ് തുറക്ക്. അത്രയ്ക്ക് വരട്ടെ, ഞാൻ പറഞ്ഞെടുക്കുന്നുണ്ട്. ഊരുരുട്ടാതെ നക്ഷത്രക്കാരെ പ്രേതങ്ങൾക്ക് പേടിയാണെന്ന് കൊച്ചുണ്ണി തന്നെയല്ലേ എന്ന് പറഞ്ഞത്. അന്നൊരു മണ്ടത്തരം പറഞ്ഞു പോയി. അതിനുള്ള ശിക്ഷയാണോ ഇത്? ഞാനിപ്പം പുരുരുട്ടാതെ നാളിന്ന് മാറി. പോടോ, ഞങ്ങള് പുറകിലില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതെ, അതാ ഇപ്പൊ കൂടുതൽ പേടി. മുന്നില് കുട്ടിപ്രേതവും പുറയില് വടയക്ഷികളും. എന്താ പേടിപ്പിക്കാതെ ഒറ്റ കുത്തു ശരിട്ടാ. ഞാൻ വൈ വച്ചോ. തുറന്നു. കഥവ് തുറക്കാൻ ഇവർക്ക് പേടിയാ കുഞ്ഞെ. തൽക്കാലം എടുത്ത് തിന്നോ. കഥവ് തുറക്കാതെ ഞാൻ തിന്നില്ല. കഥവ് തുറന്നിട്ട് കുഞ്ഞിന് ഞങ്ങളെ കൂടെ തിന്നാനല്ലേ? കൊട്ടാരം വൈദ്യൻ കൊട്ടാരൻ പാട്ടുകാരൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ കൊട്ടാരം വേലക്കാരിയും ഒരു പദവി തന്നെയാണേ.
എന്ന് വെച്ച് കൂടുതൽ അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാ കൊണ്ടുപോകുന്നത് പോലെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. അത് ചിലപ്പോൾ ഓട്ടോറിക്ഷയിലായിരിക്കില്ല, ആംബുലൻസിലായിരിക്കും. മനസ്സിലായോടി? ആ പിന്നെ നോക്കിയും കണ്ടൊക്കെ നിന്നോളണം. കാര്യമൊക്കെ ശരിയാ, രാജാക്കന്മാരാ. പക്ഷേ അവരുടെ കൂട്ടത്തിലുണ്ടാവും അലവലാദികൾ. അവിടെ ഒരു പണിയില്ലാണ്ട് വായി നോക്കി നടക്കുന്ന 2 പൂരാടക്കാലുണ്ട്. ഒന്ന് വലിയ പൂരാടും, ഒന്ന് ചെറിയ പൂരാടും. അവന്മാരെ സൂക്ഷിച്ചോണ്ടേ. ദൈവമേ, ഭാർഗവി നിലയം പോലെ ഉണ്ട്. ഏതാ ഈ കാഷായ വേഷം? സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യനാണോ? കണ്ടിട്ടൊരു ദുർമന്ത്രവാദിയുടെ ലക്ഷണം. സ്വാമി ശരണം. ശരണം ഗച്ഛാമി. വിനോദ് സാർ. പിടികിട്ടിയടാ. വിനോദ് നമ്മളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനും മനസ്സിലായി കുഞ്ഞിന്റെ ശരീരത്തിൽ ബാധ കൂടിയിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, രായ്ക്ക് രാമാൻ ഒരു മന്ത്രവാദി കൊണ്ടുവന്ന്. എന്താ തമ്പ്രാക്കന്മാരെ മന്ത്രം ചൊല്ലുമായിരുന്നോ? അതെ, ശുക്ലാംബരതരം വിഷ്ണു ശശി. പൂരാടം തിരുനാൾ വലിയ കോഴി തമ്പ്രാൻ അല്ലേ? വലിയ കോഴിത്തമ്പുരാനല്ല, വലിയ കോയിത്തമ്പുരാൻ. സ്വാമി ഏത് ആശ്രമത്തിൽ നിന്നാണാവോ വരവ്? നോവാം ഗൃഹാശ്രമം. ഓ, കേട്ടിട്ടുണ്ട്. ഹരിദ്വാറിന് അടുത്തല്ലേ ആ ആശ്രമം? ഇവ ഒഴിപ്പിക്കാൻ വന്നാണോ? അല്ല, താമസിപ്പിക്കാൻ വന്നത്. ഓ, പാലമരത്തിൽ ആണയടിച്ച് താമസിപ്പിക്കാനായിരിക്കും. ആ കുഞ്ഞിന്റെ ശരീരത്തിലാണ് കേറിയിരിക്കുന്നതെങ്കിലും ബാധ വലുതാ, ഉഗ്രമൂർത്തിയാ അല്ലേ? നമ്മളെയൊക്കെ നിപ്പി പറപ്പിക്കും. എന്നെയാ സ്ഥിരം പറപ്പിക്കുന്നത്. അവളുടെ നോട്ടവും എന്നെയാ. സ്വാമി എത്ര ദിവസം കൊണ്ട് ബാധ ഒഴിപ്പിക്കും? എനിക്ക് ദിവസങ്ങളൊന്നും വേണ്ട, മിനിറ്റുകൾ മതി. ആവൂ, സമാധാനമായി. പക്ഷെ ഒഴിഞ്ഞു പോകുമ്പോ ഈ പ്രേതാത്മാവ് ഒരു മനുഷ്യാത്മാവിനെയും കൊണ്ടുപോയി. പേടിക്കണ്ട, വലിയ പുരാണം ഭാഗ്യവനാ. ഇത്തവണ പ്രേതാത്മാവ് നോട്ടോട്ടിരിക്കുന്നത് വലിയ പുരാണത്തെയാ. എന്നെ രക്ഷിക്കണം. കാശ് എത്ര വേണേലും തരാം സ്വാമി. ഐശ്വര്യമായിട്ട് പൂശിക്കോ. ഇനി ഐശ്വര്യമായിട്ട് ദക്ഷിണെടുത്തോളൂ. എത്രയായാലും വിരോധമില്ല. എന്റെ 500 ഉള്ളൂ. 100ന്റെ ഉണ്ടോ നിന്റെ? 100ന്റെ ഇല്ല. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇങ്ങ എടുത്തോളൂ. കൊടുത്തോളൂ. എന്തിനാ ഇത്ര മടി? അമ്മേ. സ്വാമി, ആരാ? വർക്ക്ഷോപ്പിലെ ശങ്കരപ്പിള്ളയോട് സാറിന് മോളെ നോക്കാൻ ഒരു പെൺകുട്ടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, ശങ്കരപ്പിള്ളയുടെ അനന്തരവനാ. ഞാൻ വർക്ക്ഷോപ്പിൽ വെച്ച് സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാമി അല്ലയോ? അയ്യോ, നമ്മളൊരു സാധാരണ വർക്ക്ഷോപ്പ് പണിക്കാരനാണ്. ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടുണ്ട്. അപ്പൊ പിന്നെ സ്വാമിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കുന്നു. ഭസ്മോ? അതൊരു ചെറിയ മാജിക് കാണിച്ചതാ. രാവിലെ അമ്പലത്തിൽ പോയതിന്റെ പ്രസാദ. അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇവർക്ക് തന്നെ കൊടുത്തു. എന്റെ 500 രൂപ സന്തോഷത്തോടുകൂടി തന്നതല്ലേ, ഞാനതങ്ങ് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. എടേ പയ്യൻ, നിന്നെ തന്നെ അവിടെ നിൽക്ക്. അങ്ങനെ പോകാൻ വരട്ടെ. ഇത് സ്ഥലം വേറെയാണ്. വന്ന് കയറിയപ്പോ തന്നെ നീ എന്നെ 500 രൂപ പറ്റിച്ച്. ഇപ്പൊ പോയ പെണ്ണെങ്ങനെ? കാണാൻ പോണ പോലും പറഞ്ഞറിയിക്കണോ സാറന്മാരെ? അവള് നിങ്ങളെ കൊണ്ടേ പോവും. അത് മതി.